ഹലോ നമസ്കാരം. ഫ്ലോർ കളക്ഷൻസിൻ്റെ പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ലക്കിടിയിലുള്ള കിൻഫ്ര, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള രവികുമാർ ശരണ്യ ദമ്പതികളുടെ വീട്ടിലാണുള്ളത്. ഇവർ സിംഗപ്പൂരായിരുന്നു. രവികുമാർ സാറ് സിംഗപ്പൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ സിംഗപ്പൂരിലത്തെ ഒരു എക്സ്പീരിയൻസും സിംഗപ്പൂരിലെ ജീവിതവും ഒപ്പം തന്നെ പാരമ്പര്യവും വിശ്വാസവും മുറുകെ പിടിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അവരുടെ വീടിനുള്ളത്. നമുക്ക് ഇന്ന് രവികുമാർ ശരണ്യ ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വരും. കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സിലൊക്കെ അവർ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് ഹാൻഡ് റെയിലൊന്നും കൊടുത്ത് ഒന്ന് കൺജസ്റ്റഡ് പോലെ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ചിലപ്പം ഓരോരുത്തരുടെ ചോയ്സ് ആയിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വിശാലമായി തോന്നിപ്പിക്കുന്ന ഒന്നാണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. വിശാലമായ സിറ്റ് ഔട്ട് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ സമാധാനമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. എല്ലാവർക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനുള്ളൊരു സ്പേസ് വരെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ചെറുതായിട്ട്. ഇവിടെ നിലത്തിട്ടിരിക്കുന്നത് ഗ്രാനൈറ്റോഗ്രേസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടൈൽസാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷ് വേണം എന്നുള്ളത് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം വീടിൻ്റെ ഉള്ളിലും മൊത്തത്തിൽ അവർക്ക് മാറ്റ് ഫിനിഷ് കോൺസെപ്റ്റാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സിംഗപ്പൂരൊക്കെ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർ കൂടുതലും ഈ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അവിടെ അവർക്ക് കണ്ടു പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വന്നപ്പോഴും അവരൊരു മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് അവർ ചോദിച്ച് തന്നെ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതായിട്ട് ഈ വീടിൻ്റെ ഡിസൈൻ ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു. വീടിൻ്റെ ഡിസൈന് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ആർക്കിടെക്റ്റ് എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ വാസ്തു നോക്കി കാണിപ്പയ്യൂരിൻ്റെ അവിടെ നിന്ന് എടുത്തൊരു ഡിസൈനാണ്, ഒരു പ്ലാനാണ്. അല്ലാതെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഡിസൈനിലൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈൻ അല്ല. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ നിങ്ങൾ എലിവേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ ഒരു കേരളീയ തനത്. എന്നോട് പറഞ്ഞത് ട്രോപ്പിക്കൽ കോൺസെപ്റ്റാണ് ഞങ്ങൾ വീട് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞത്. അത് വളരെ മനോഹരമായിട്ട് അവർ വാസ്തു നോക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു വിശ്വാസവും ഒപ്പം തന്നെ മോഡേണിറ്റിയും മുറുകെ പിടിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇനി നമ്മളിങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഈ വാളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ഈ ഒരു ബ്ലൂയിഷ് ഷെയ്ഡുള്ള ഒരിത്. ഈ ഒരു മൊത്തം വാളിന് തന്നെ ഒരുപാട് സാധനങ്ങളിലൂടെ ചുമരിൽ വെക്കുന്ന സംഭവങ്ങളോട് വെച്ചിരുന്നെങ്കിൽ അത് വല്ലാതെ ബോറായി പോയാൽ. ഇതൊരു എലഗൻ്റായി എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീടിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ തന്നെ സ്വീകരണ മുറിനെ അപ്രസക്തമാക്കി കളഞ്ഞുകൊണ്ടുള്ളൊരു വ്യൂ ആണുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഓപ്പണിങ് വലിയ ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്വീകരണ മുറിയെ പറ്റി പറയാൻ വന്നിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്വീകരണ മുറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് വലിയൊരു TV-യുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പൂജാമുറിയും ഇവിടെ തന്നെയാണ് അവർ സ്വീകരണ മുറിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സെയിം സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വീകരണ മുറി ഒന്നും കൂടെ നമുക്ക് അട്രാക്റ്റീവ് ആക്കാനും ഒപ്പം തന്നെ ഒരു ചെറിയൊരു പാർട്ടീഷനും പോലെ, എന്നാൽ ആ ഒരു വലിയ തടസ്സങ്ങളില്ലാത്തൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഷോക്കേസ് പോലെ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു റാക്കിൻ്റെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി സ്വീകരണ മുറിയിൽ നിന്ന് ഞാൻ നേരത്തെ സ്വീകരണ മുറിയെ പറ്റി പറയാൻ വന്നിട്ട് ഡൈനിങ് ഹാളിലേക്കാണ് പോയത്. ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഹഠാത് ആകർഷിച്ച ഡൈനിങ് ഹാളിലേക്ക് കടക്കാം. ഡൈനിങ് ഹാള് സത്യം പറഞ്ഞത് ഒരുപാട് സ്പേസ് ഒന്നും ഡൈനിങ് ഹാളിലില്ല, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഡൈനിങ് ഹാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇത് ഡബിൾ ഹൈറ്റ് ആണെന്ന് മാത്രമല്ല അവിടെ മേലെ റൂഫിൽ പറഗോള ചെയ്തിട്ടുണ്ട്. പറഗോള ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റും വെളിച്ചവും ഉണ്ടാവണം എന്നുള്ളത് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളാണ് രവിശങ്കർ സാറും ശരണ്യ മാഡം. അതുകൊണ്ട് തന്നെ പരമാവധി എവിടെ നിന്നാണോ വെളിച്ചം കിട്ടുക അത് മുഴുവൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മേലെ ഡബിൾ ഹൈറ്റിൽ മേലെ ആണെങ്കിലും ഇവിടെയും ഈ സെയിം പോലെ ഒരു വലിയൊരു ഓപ്പണിങ് അവർ ചെയ്തിട്ടുണ്ട്. അതും അവർ ജാളിയൊക്കെ വെച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് പോലും ജാളി വെച്ച് അതിൻ്റെ ഓപ്പണിങ്, അതിൻ്റെ ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ വിശാലതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഡൈനിങ് ഹാളിൻ്റെ ഓപ്പണിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു പാഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനത് പാഷ്യോ ആണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പാഷ്യോ ആണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കാണിപ്പയ്യൂരിൻ്റെ അവിടുന്ന് പറഞ്ഞത് ഇവിടെ പുറത്തേക്ക് ഓപ്പണിംഗ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ സത്യം പറഞ്ഞത് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ മൊത്തം ആ ഒരു ആംബിയൻസ് നഷ്ടപ്പെട്ടു പോയാണ്. അപ്പോൾ അവരത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതുപോലെ ജാളീസ് വെച്ചിട്ട് അത് അവർ വർക്ക് ചെയ്യുകയും ചെയ്തു. അതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ഇതൊരു അടഞ്ഞ ഒരു ഫീലിങ്ങും ഇല്ല. ലൈറ്റും വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്. ഇവർക്കിതൊരു പാഷ്യോൻ്റെ പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ മേലെയാണെങ്കിൽ ഒരു ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
തന്നെ ഫുൾ ലൈറ്റ് ഇങ്ങോട്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇതെനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏറ്റവും എന്ന് വെച്ചാൽ ഈ പാഷിയോക്ക് അവർ ഒരു ആത്തൻകുടി ലുക്കുള്ള ഒരു ടൈല് ചെയ്തതോട് കൂടിയിട്ട് അതിനെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് വളരെ യുണീക്കാക്കി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിങ്ങും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെ പോവാം. ഞാൻ മാഡത്തിനോട് സംസാരിക്കുകയായിരുന്നു, ശരണ്യ മാഡത്തിനോട്. അപ്പം ഓരോന്നും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർക്കിടെക്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ ഞാനത് ചോദിക്കുക, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഈ കാലിൻ്റെയൊക്കെ ഡിസൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് ആർക്കിടെക്റ്റ് ഇല്ലാണ്ടത്, എങ്ങനെയാണ് ഓരോ ഡിസൈനും മനസ്സിൽ സങ്കല്പിച്ച് ഒരുപാട് ടൈമും എനർജിയും അവരതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഓൺലൈനിലും പല കടകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് റിസർച്ച് ചെയ്ത് പറ്റുന്നത് ഏത് എന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ് പലതും. അപ്പോൾ ഒരുപാട് അധ്വാനവും അവരുടെ സ്വപ്നത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്ത് ആർക്കിടെക്റ്റ് അത് ഈ ആലോചിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു മെൻ്റൽ എഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ വേഗം ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മളൊരു ആർക്കിടെക്റ്റിന് കൊടുക്കുകയും ചെയ്യുക. ഇവരുടെ കേസിൽ ഓരോ കേസും ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഉൾപ്പെടെ ഞാനത് ചോദിക്കേണ്ടായി, ഇത് ഉൾപ്പെടെ ഇതെല്ലാം ഉൾപ്പെടെ ഇത് അവർക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അടഞ്ഞ് കിടക്കുകയും വേണം, എന്നാൽ അത് ഫുള്ളായിട്ട് അടയാനും പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് CNC കട്ടിങ്ങിൽ വെച്ച് ഇതിങ്ങനെ വുഡൻ്റെ ഇത് വന്ന് ഇനി ഇവിടെ കുറച്ച് ഷോ വർക്ക് അല്ലെങ്കിൽ ഷോ പീസസും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റായി. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവർ പിന്നെ നേരത്തെ പറഞ്ഞത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണ്ണെത്തണം എന്നുള്ള രീതിയിലാണ്. അത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും 90% വിസിബിലിറ്റി മാഡത്തിന് കിട്ടും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഈ കിച്ചൺ ആണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കിച്ചണിൽ നമുക്ക് ഇവിടെ കിച്ചൺ സാധാരണഗതിയിൽ എപ്പോഴും സാധാരണ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അതൊരു എന്താ പറയുക, കിച്ചണൊക്കെ ഇപ്പോൾ ഈ കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. വെറുതെ ചുമര് കെട്ടി ഇരുട്ട് കുത്തി ഒന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഒരു നല്ല ദോശയൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ ദോശ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ദോശ ചമ്മന്തി ഇവിടെ നിന്ന് കഴിക്കാം. ഇരുന്ന് തന്നെ കഴിക്കണം എന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ ദോശ കൗണ്ടർ പോലെ ഉപയോഗിക്കാവുന്നത്. ഇതിൻ്റെ അടിയിലൊരു നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസും അവർ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് യൂട്ടിലൈസേഷനാണ്. പിന്നെ കിച്ചൺ ടോപ്പായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. നല്ല അടിപൊളി മൈക്കാണ്. ഒരു നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സൈലക്സിൻ്റെ സിങ്ക് ടാപ്പാണ്, അത് എല്ലായിടത്തേക്കൊക്കെ എത്താവുന്ന രീതിയിൽ. പിന്നെ ഈ സൈലക്സിൻ്റെ സിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം കറക്റ്റ് ഡ്രെയിൻ ആവും. അതിൻ്റെ ഒരു ചാനലിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ് ഡ്രെയിൻ ആവും, വെള്ളം കറക്റ്റ് ഒഴുകി അതിലേക്കങ്ങ് പോയിക്കോളും. ഇതാണ് നമ്മൾ കിച്ചൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് അപ്പോൾ സെക്കൻഡ് കിച്ചണിൽ ഓക്കെയാണ്, സാധാരണ ഒരു സെക്കൻഡ് കിച്ചൺ തന്നെയാണ്. നമുക്ക് അടുപ്പുണ്ട്, ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പല വീടുകളിലും നമ്മൾ സെക്കൻഡ് കിച്ചൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെക്കൻഡ് കിച്ചണൊക്കെ ഇപ്പോഴും ഒരു പഴയ കോൺസെപ്റ്റ് ആണെന്ന് പറയും, പക്ഷേ ഇപ്പോഴും എല്ലാ വീടുകളിലും നമ്മൾ സെക്കൻഡ് കിച്ചൺ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഡൈനിങ് ഹാളിൽ നിന്ന് മറ്റൊരു ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ളൊരു വഴി. അത് സാധാരണ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് നമ്മളത് നേരത്തെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കാണിപ്പയ്യൂരിൻ്റെ അവിടെ നിന്ന് കിട്ടിയ പ്ലാൻ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പഴയ കാലത്തെ തറവാടുകളിലൊക്കെ ഇങ്ങനെ അടുക്കളപ്പുറത്ത് നിന്ന് കിണറ്റിലേക്കൊരു ഇതൊക്കെ ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണെന്ന് തോന്നുന്നു. പിന്നെ കിണറും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കിണറിൻ്റെ ഭിത്തിയൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വെള്ളമുള്ള കിണറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇടനാഴി എന്തായാലും പറയാം, ഒരു വഴി അത് വളരെയധികം അട്രാക്റ്റീവാണ്. വീടിനകത്ത് ഇങ്ങനെ കുറേ സ്പേസസ് ഒക്കെ ഉണ്ടാവണോണ്ടേ സംഭവം ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു മെൻ്റലി ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് ബേസിക്കലി ഉള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു റൂമുണ്ട്, ഒരു കൊച്ചുമുറി. അത് എനിക്ക് തോന്നുന്നു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസ് എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ രവി സാറ് സിംഗപ്പൂർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, നമ്മുടെ സെയിം പ്രൊഫഷനാണ്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു നാട്ടിൽ വരുമ്പോൾ വല്ല വർക്ക് ഫ്രം ഹോമോ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരു ഓഫീസ് റൂം കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അതും പുറത്തേക്ക് നമുക്ക് കാഴ്ചയുണ്ട്. എനിക്ക് ഓഫീസ് റൂം പുറത്തേക്ക് കാഴ്ചയും പുറത്തുനിന്നുള്ളവർക്ക് അകത്തേക്ക് കാഴ്ച ഇല്ലാതിരിക്കാൻ നല്ലത്. കാരണം വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിലും വീട്ടിൽ വല്ല ഗൂഗിൾ മീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്തേ വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ പരാതിയാണ്, എഴുന്നേക്കാനും പറ്റില്ല. വല്ലാത്തൊരു ഒരു ധർമ്മസങ്കടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ കാണാത്തൊരു സ്ഥലത്താണെങ്കിൽ ആളവിടെ ഉണ്ട് എന്ന് തന്നെ അറിയാത്ത രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി.
എന്തായാലും ഇത് ലൈറ്റും നമ്മൾ വീടിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ലൈറ്റിംഗ് ഉണ്ട്, സ്പേസ് ഉണ്ട്, വെളിച്ചമുണ്ട്. ഇവിടെ ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം അടിപൊളി ലൈറ്റും വെളിച്ചവും ഒക്കെയുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ കയറി വരുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് തന്നെയാണ് അവരുടെ ഡ്രസ്സിങ് ടേബിൾ ഉള്ളത്. ഇവിടെ റൈറ്റ് സൈഡിലാണ് ബാത്റൂം ഉള്ളത്. അപ്പം കുറച്ചും കൂടെ ഒരു പ്രൈവസി ഉണ്ടാവും. കാരണം കയറി വന്ന് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിൻ്റെ ഒരു സ്പേസ് വരുന്നത്, ഈ ബെഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പ്രൈവസി കിട്ടും. പിന്നെ അടിപൊളി ഇത് അവരുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ നടുക്ക് ജനലിൻ്റെ അവിടെ സാധാരണ കുറേ പേരൊക്കെ ഇത് മൊത്തം കവർ ചെയ്തിട്ട് ജനൽ പണിയുകയും ചെയ്യും, എന്നിട്ട് മൊത്തം കവർ ചെയ്തിട്ട് ഇത് മൊത്തം വാർഡ്രോബ് ആക്കുകയും ചെയ്യും. അതിന് പകരം ആ സ്പേസ് അവരൊരു സിറ്റിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് ബെഡ്റൂമിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലം അത്യാവശ്യമാണ്. ഇവിടുന്ന് നമുക്ക് ഈ ജനലൊക്കെ തുറന്നിട്ട് നമ്മുടെ മുറ്റത്തേക്ക് നോക്കിയിരിക്കാം. നല്ലൊരു സ്പേസ്, നല്ലൊരു കുഷീനൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അനാവശ്യമായ ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ട് വീടിൻ്റെ ഉള്ള ഭംഗി കളഞ്ഞിട്ടില്ല. എലഗൻ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് എനിക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് കടക്കാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ ഒരു കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ് നമ്മുടെ വാളിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് വേരിയൻ്റാണ് നമ്മൾ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത്. ടൈൽസ് ഇത് ഗ്രാനൈറ്റോഗ്രസിൻ്റെ തന്നെയാണ്. എനിക്ക് പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വാൾ ഹാങ് ക്ലോസറ്റ് ചെയ്യുക. അതിന് അവർ ലെഡ്ജ് വാളെല്ലാം വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെഡ്ജ് വാള് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എന്തായാലും നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മെയിനായിട്ട് എടുക്കുമ്പോൾ വാൾ ഹാങ് ക്ലോസറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ കട്ടിങ്ങും സാധനങ്ങളൊക്കെ ഉള്ള സാധനം എടുക്കാതെ ഇതുപോലെ കവേർഡ് പോലെ ഒരു ഫ്ലാറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. മറ്റു പറഞ്ഞാൽ കുറേ ഇങ്ങനെ കട്ടിങ്ങും ചുഴികളും ഒക്കെ ആയിട്ടുള്ള ക്ലോസറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും വൃത്തിയാക്കാൻ വലിയ പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ വൈപ്പിൽ അത് നീറ്റായിട്ട് അങ്ങോട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ 1000 2000 അങ്ങാണ്ടാണ് കൂടുന്നത്. 2000 പോലും കൂടുന്നില്ല അങ്ങനത്തെ ക്ലോസറ്റും ഈ ക്ലോസറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു 1000 രൂപയായിരിക്കും കൂടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും വളരെ സുഖമാണ് നമുക്ക് നീറ്റാക്കാൻ. ഇനി നമ്മൾ കിഡ്സ് റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കിഡ്സ് റൂം ഇതൊരു നമ്മുടെ ഒരു പഴയ തറവാട്ടിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ 4 കാലുണ്ടാവും കട്ടിൽ. ഞാൻ പിന്നീട് കുറച്ച് വലുതായപ്പോൾ പിന്നെ ഈ ട്രെൻഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. എനിക്ക് കുറേ കാലത്തിന് ശേഷം ഒരു ഗ്രഹാതുരത്വമായ ഒരു ഓർമ്മ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിൽ ഇതുപോലെ ഇങ്ങനെ 4 കാലും പിന്നെ ഇതിൻ്റെ മേലെ ഒരു എനിക്കോട് കൊതുവലയ്ക്കാണെന്ന് തോന്നുന്നത്. എന്തോ വളരെ കുട്ടിക്കാലത്ത് കണ്ടൊരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് കട്ടിൽ പരിപാടി ചെയ്തിട്ടുള്ളത്. കിഡ്സിനൊരു ബാത്റൂമും ഉണ്ട്. എഗെയിൻ ഈ പറഞ്ഞതുപോലെ കയറി വന്ന് ലെഫ്റ്റിലാണ് നമ്മുടെ ബാത്റൂം ഉള്ളത്. കുറച്ച് പ്രൈവസി കിട്ടും, സ്റ്റോറേജ് ഉണ്ട്. കിഡ്സിനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ചന്ദ്രനിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ വിത്ത് ലൈറ്റ് ഉണ്ട്. ഈ റൂമിലും നമ്മൾ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ടതില്ല. കാരണം 2 സൈഡിൽ വിൻഡോ ഉണ്ട്. നല്ല ലൈറ്റിങ് കറക്റ്റാണ്. എൻ്റെ വാസ്തു നോക്കിയിട്ട് ചെയ്തത് കാരണം കൊണ്ട് വെളിച്ചവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയുള്ള ഒരു കട്ടിലാണെന്ന് പറഞ്ഞത്. ഇതിന് 4 പോസ്റ്റർ ബെഡ് ഫ്രെയിം എന്നാണ് പറയുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ എനിക്കറിയില്ല, ഇവർ നമ്മുടെ ശരണ്യ മാഡം ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരുടെ ഐഡിയക്ക് അനുസരിച്ച് ട്രീറ്റഡ് വുഡിൽ അവർ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത്രയും അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ശരണ്യ മാഡത്തിനെ അല്ലെങ്കിൽ രവി സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. അത്രയും ഡീപ്പായിട്ട് അവർ ഓരോ കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ടാണ് ഈ പേരടക്കം നമുക്ക് പറഞ്ഞു തന്നത് അവരാണ്. ഇനി നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സിലൊക്കെ നമ്മൾ ഞാൻ കാല് വയ്ക്കുമ്പോഴാണല്ലോ ലൈറ്റ് കത്തണേ. കൊള്ളാലോ വീഡിയോ സെറ്റാണ്. ഞാൻ വലിയൊരു സ്റ്റാറാണ്. ഞാൻ കാല് വയ്ക്കുമ്പോൾ ഒക്കെ കത്തും. അതങ്ങനെയാണ്. കൊള്ളാം, അടിപൊളി. എനിക്ക് തോന്നുന്നത് സെൻസർ വെച്ചിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫയറിൻ്റെ സ്വിച്ച് മാറ്റി ഒരു സ്വിച്ച് കാണുന്നില്ല, ഇതാണ് സെൻസർ. ഈ സെൻസറിലാണ് ഈ ലൈറ്റ് കത്തുന്നത്. ഇവിടെ നമുക്ക് ഈ കോണി കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ഗ്ലാസിൻ്റെ ഒരു വിൻഡോ കാണാം. അത് ഫ്രെയിമൊന്നും ഇല്ലാതെ കറക്റ്റ് സാധാരണ ഇപ്പോൾ എല്ലാവരും ജനൽ പോലെ ഫ്രെയിമൊക്കെ വെച്ച് പിന്നെയാണ് ഗ്ലാസ് വെക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒറ്റ ഫ്രെയിമിൽ വലിയൊരു ഗ്ലാസ് വിൻഡോ അടിപൊളിയായിട്ടുണ്ട്. നല്ല വ്യൂ ആണ് പുറത്ത് ആ വാഴയിലേക്കും നമ്മുടെ തൊടിയിലേക്കുള്ള ഭയങ്കര മനോഹരമായ വ്യൂ ആണ്. ആ വ്യൂവിനൊന്നും ഒരു തടസ്സം വന്നിട്ടില്ല. ഇത് നമ്മൾ മുകൾ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ഹൈറ്റ് ഡൈനിങ് ഹാളിൻ്റെ പറഗോളയാണ്. ഇത് നല്ലൊരു ഏരിയ ആണ്. ഇവിടെ ഈ വിൻഡോ അടിപൊളിയായിട്ടുണ്ട്. വിൻഡോയ്ക്ക് ഇരിക്കാനുള്ളൊരു പോർഷനെ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതിവിടെ ഇരുന്നാൽ നല്ലൊരു കാഴ്ചയാണ് പുറത്തേക്ക്. നമുക്ക് ഇപ്പുറത്തുള്ള തൊടിയുടെ ഒരു വ്യൂ കിട്ടും. നല്ല ഇരിക്കാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വിശാലമായ സ്ഥലമാണ്. നമുക്ക്
അത്യാവശ്യം കിടന്ന ഉറങ്ങുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം ചൂടുള്ള സമയത്താണെങ്കിൽ. നമ്മൾ മേലെ ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കിയ സമയത്ത് പോലെയല്ല, ഈ ലൈറ്റ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉള്ള ഒരു ലൈറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിലേക്ക് പോയാൽ അഗെയിൻ ആഹാ സെറ്റ്. ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അടിപൊളി ഓപ്പണിംഗ് ആണ്, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ആ ഓപ്പണിംഗ്, അടിപൊളി. ഒപ്പം ഒരു കൊതു വലയാണെന്ന് തോന്നുന്നു, അതും കറക്റ്റായിട്ട് നല്ലൊരു ബ്ലൈൻഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റ്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ, ജനലിൻ്റെ പരമാവധി ജനലിൻ്റെ ഭാഗം സൈഡൊക്കെ നമ്മൾ ജനലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വീട്ടിൽ കസാര കൊടുന്ന് വലിച്ചിട്ട് കൊടുന്നിരിക്കും. പക്ഷെ ആരും അങ്ങനെ ഇരുന്ന് ജനലിൻ്റെ പുറത്തേക്കൂടെയുള്ള കാഴ്ച അല്ലെങ്കിൽ അതിലെ കാറ്റ് വെളിച്ചം ഇതൊന്നും ആസ്വദിക്കാനുള്ള സ്പേസ് വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ തന്നെ പലരും കാണാറില്ല. ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റീരിയറിൽ ഇങ്ങനെ സ്പേസ് നമ്മൾ കാണുക എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. നമുക്കത് നമ്മൾ പ്രകൃതി ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജനലും തുറന്നിട്ട് നമുക്ക് തൊടിയിലേക്കുള്ളൊരു വ്യൂ ആണ്. സമാധാനമായിട്ട് കുറച്ച് നേരം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നമുക്ക് ഈ ഓപ്പണിങ്ങിൽ ഇത് തുറന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് കടന്നു നോക്കാം. അടിപൊളി. ഇതിൻ്റെ ഈ നെറ്റ് സൂപ്പറാണ് കേട്ടോ. നെറ്റ് നമുക്ക് അടിപൊളി. നെറ്റ് തുറന്നിട്ടാൽ കുറച്ചും കൂടെ കാറ്റൊക്കെ അങ്ങനെ കയറി ഒന്നുകൂടെ വിശാലാണ്. തുറന്ന് പുറത്തേക്ക് കടന്നാൽ ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. വുഡൻ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ്. കുറേ ഇങ്ങനെയൊന്നും കമ്പി കൊടുക്കാതെ തുടക്കാനൊക്കെ എളുപ്പമാണ്. ഒറ്റ അങ്ങനെ തുടച്ചാൽ വീട് മനോഹരമാക്കി വെക്കാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട് ഭംഗിയായിരിക്കുക, അത് വൃത്തിയായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമാണ്, എന്നാൽ അതിന് ഭംഗിയിലൊരു കോംപ്രമൈസും ഇല്ല. നല്ല സിമ്പിളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല വ്യൂ ആണ്. പുറത്ത് ഈ തൊടിയിലേക്ക് നോക്കിയുള്ള കാഴ്ച അടിപൊളിയാണ്. ഇവിടെ വേറൊരു വീട് വരുന്നത് വരെ ഈ തൊടിയിലുള്ളേക്കുള്ള കാഴ്ച സെറ്റാണ്, ഒന്നും പറയാനില്ല. പിള്ളേർ പറയുന്ന ഒരു വൈബാണ്. ഇനി നമുക്കൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ബാൽക്കണി ടെറസും ഒക്കെ കൂടിയിട്ട് എഗെയിൻ എല്ലായിടത്തും ഒരേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരേ ടൈൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നതോട് കൂടി തന്നെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ട്രിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ഒരേ കണ്ടിന്യൂസ് ടൈൽസ് വിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് കണ്ടിന്യൂസ് ടൈൽസാണ് വിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് വിശാലമായ ഞാനിവിടെ തിട്ടിനൊക്കെ അത്യാവശ്യം വീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഡോർ എനിക്ക് റീപ്പർ ഡിസൈൻ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് അടച്ചു വെക്കുന്ന സമയത്ത് ഈ റീപ്പർ ഡിസൈൻ നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. തുടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ഒരു ഒറ്റ വെലിയിൽ നമുക്ക് തുടച്ച് ഭംഗിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ട് ആ ഓടാണ് നേരെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എലിവേഷന് ഭംഗി കൊടുക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പും പിന്നെ ഇവിടെ ഈ വുഡൻ്റെ ഈ ഒരു വർക്കും വരുന്നത് എലിവേഷന് കാര്യമായി ഭംഗി കൊടുത്തേക്കണതാണ്. ഇന്ന് നമ്മൾ രവികുമാർ ശരണ്യ ദമ്പതികളുടെ വീട്ടിലാണ്. നമുക്ക് വേണ്ടി വീട് തുറന്നു തന്ന് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്ന അവരോട് നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വീട് വെക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇനി 4 വീടൊന്നും പോയി കാണണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വീട് വെക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കതൊരു പുതിയ നോളജാണ്, പുതിയ ഇൻഫർമേഷനാണ്, പുതിയ കോൺസെപ്റ്റ്സ് കിട്ടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഫ്ലോർ കളക്ഷൻസിൻ്റെ അടുത്ത ഹോം ടൂർ സീരീസുമായി വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. താങ്ക് യു.